ഇപ്പോൾ നമ്മൾ മൊബൈൽ തുറന്നാലും ചാനൽ തുറന്നാലും ഇങ്ങനെ ചൂടിനോട് നിൽക്കുന്ന ട്രെൻഡിങ് ന്യൂസാണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സിദ്ധാർത്ഥ എന്ന യുവാവിൻ്റെ മരണം. തീർച്ചയായും നമ്മൾ വല്ലാതെ വിഷമത്തിലാക്കുന്ന സംഭവം തന്നെ. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മക്കളുണ്ട്, ചെറുതും വലുതും, കോളേജിൽ പഠിക്കുന്ന, വിദേശത്ത് പഠിക്കുന്നതായ മക്കളൊക്കെ ഉണ്ട്. നമ്മുടെ മക്കൾക്ക് എന്തൊരു സംഭവിച്ചിട്ടുണ്ടാവും വേദന നമുക്ക് അത് അവരെ മാതാപിതാക്കളെ കാണുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ. നമ്മുടെ മക്കളൊക്കെ ആ പ്രായത്തിലുള്ള ഉള്ളവരൊക്കെ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വേദന നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന സിദ്ധാർത്ഥന്റെ അച്ഛനൊക്കെ പറയുന്ന പോലെ 10-15 വർഷത്തെ ഗൾഫിൽ പണിയെടുക്കുന്നതിന് മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതൊക്കെ ഇനി എന്തിനെന്നുള്ള ആ അച്ഛന്റെ വേദനയും അച്ഛൻ പല പല ചാനലുകളിൽ കൊടുക്കണമെന്ന് എന്റെ മകന് നീതി കിട്ടണം. അതുപോലെ രീതിയിൽ അച്ഛൻ ആ നിഷ്കളങ്കനായ അച്ഛൻ എവിടെയും ആരും എന്നെ അടുത്തൊക്കെ സംസാരിക്കുന്ന മനസ്സ് തുറക്കുന്നുണ്ട്. അമ്മയുടെ അവസ്ഥ, അമ്മ തളർന്നു പോയിരിക്കുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രായം വരെ വളർത്തി വലുതാക്കിയ നമുക്ക് ഒരു ഒരു 5-6 വയസ്സ് തന്നെ പ്രായമുള്ള മക്കൾ പോകുമ്പോൾ വിഷമം നമുക്ക് ഊഹിക്കാവുന്ന. അപ്പോൾ ഈ 10-20 വയസ്സൊക്കെ കഴിഞ്ഞ മക്കളേരും അത്രയും വളർത്തി വലുതാക്കിയ മകൻ നഷ്ടപ്പെടുമ്പോൾ, ക്രൂര പീഡനത്തിനിരയായി മരിക്കുമ്പോൾ അത് കാണുമ്പോൾ ഒരു അച്ഛന്റെ അമ്മയുടെ വിഷമമൊക്കെ നമ്മൾ ഊഹിക്കാവുന്ന അപ്പുറമാണ്. പക്ഷേ ചാനലൊക്കെ അവർക്കൊരു കണ്ടന്റ് ആണ് ഇതല്ലേ. എങ്ങനെ മരണപ്പെട്ട സ്ഥലം, അല്ലെങ്കിൽ അതിന്റെ മറ്റുള്ള ആൾക്കാർ, അവരുടെ ചർച്ച, അവിടെ വീഡിയോ, ഈ നടന്ന പൊതു വിചാരണക്ക് നഗ്നായി നടത്തിയ സ്ഥലം കണ്ടെത്തുക, അവൻ കിടന്ന റൂം കണ്ടെത്തുക, അതിനുവേണ്ടി ചെല്ലുമ്പോൾ വാച്ചർ തടയുക, അയാളെ മാറ്റി, ഇതൊക്കെ ഇങ്ങനെ കണ്ടന്റ് ആക്കി ഇങ്ങനെ അവരും കുറേ സാധനങ്ങൾ പടച്ചിടണം അല്ലേ. 160 പേര് നോക്കി നിന്നു, അവരെവിടെ പോയി, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയും. ഇതെല്ലാം ഞാൻ ഇതിനകത്ത് വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരു മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയ സംഭവം തന്നെയാണ്. ഞാൻ വീഡിയോ ഉണ്ടാക്കണമെന്ന് ആലോചിച്ചത് എനിക്ക് തോന്നി എന്തുണ്ടാക്കാൻ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി SFI എന്ന് പറഞ്ഞ പാർട്ടിക്കെതിരെയുള്ള SFIയുടെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്ന പല ക്യാമ്പസുകളിൽ SFI പലപ്പോഴും പല വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ള പാർട്ടി തന്നെ. പക്ഷേ ഇതൊരു പാർട്ടി ബേസാണ് മാത്രം എനിക്കൊരു സംശയം ഉളവാക്കിയെന്നുള്ളത്. കൂടാതെ ഈ പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ പേര് അല്ലെ, ആദ്യം പറഞ്ഞു ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞു, പിന്നെ പ്രണയാഭ്യർത്ഥന നടത്തിയെന്ന് പറഞ്ഞു, പിന്നെ പെൺകുട്ടിയുടെ അപമര്യാദയായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ഈ അപമര്യാദ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല കേസ് കൊടുത്തു, മരിച്ചതിന് ശേഷം അവിടെ കംപ്ലൈന്റ് കൊടുത്തുള്ള വേറെ. അതുകൂടാതെ തന്നെ ഇപ്പൊ പറയുന്നത് സീനിയർ സ്റ്റുഡന്റിനോടാണ് നമുക്ക് പ്രണയ അഭ്യർത്ഥന നടത്തി എന്നുള്ള ചർച്ച നടക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ഇതിനകത്ത് ഉണ്ടെന്ന് നമുക്ക് തോന്നും. അപ്പോ ഇത് പറയാൻ കാരണം അല്ലാതെ തന്നെ 160 പേര് നോക്കി നിന്ന് അവരൊന്നും ഒരു രീതിയിലും ആ കുട്ടികൾ പ്രതികരിച്ചില്ലേ, പിടിച്ചു മാറ്റിയില്ലേ. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അവരും പ്രതികളാണ്. അവരുടെ വീട്ടിൽ വന്ന് അവരുടെ കൂടെ വന്ന് ഭക്ഷണം കഴിച്ച ആള് വരെ ഉണ്ടെന്ന് അച്ഛൻ അമ്മയും പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അവരൊന്നും പ്രതികരിച്ചില്ല, അവരും കൂട്ടുപ്രതികളാക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിന് നിഷേധിക്കാൻ പറ്റില്ല. നമ്മുടെ മക്കളൊക്കെ ഒട്ടും പ്രതികരണ ശേഷിയില്ലാതെ വളർത്തി വെറുതെ ഇങ്ങനെ അമുൽ ബേബികളായിട്ട് വളർത്തിയിട്ടെന്ന കാര്യം. എന്തെങ്കിലും ചോദിച്ചാൽ നോക്കി ചോദ്യം ചെയ്യാൻ ഹെൽപ്പുള്ള പിള്ളേരുണ്ടാക്കില്ലേ നാളെ നമ്മുടെ മക്കളൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ പറയേണ്ടി വരും. നമ്മുടെ മക്കൾ ചോദിക്കുമ്പോൾ എന്താണെന്ന് പറയാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാക്കാവുന്നതാണ്. പഠനത്തിന് പഠിക്കുക, ജോലി നേടുക, ജീവിക്കുക, സുഖിക്കുക എന്ന് മാത്രമല്ലല്ലോ, പൊതുവായ കാര്യങ്ങൾ പിള്ളേരെ നമ്മൾ പങ്കെടുത്താൻ ശ്രമിക്കണം. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം അവിടുത്തെ കുറച്ച് കുട്ടികൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് നമ്മൾ കേട്ട കാര്യങ്ങൾ തന്നെ. പക്ഷെ കുട്ടികൾ കൂടുതലും പ്രതികരിക്കുന്ന മാധ്യമങ്ങളുടെ ഈ പറഞ്ഞ സർക്കസിനെതിരെയാണ്. എന്നിട്ട് ഇങ്ങനെ പടച്ചുണ്ടാക്കുള്ളൂ. എനിക്ക് ദേഷ്യം വന്നിട്ടാണോ അവർക്കെതിരെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ആണോ എന്നറിയില്ല. അവർ ഇന്നലെ മനസ്സോർക്കും. നമുക്കൊന്ന് കണ്ടുപോകാം. 130ഓളം വിദ്യാർത്ഥികളുടെ നടുവിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പരസ്യ വിചാരണ ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു ആൾക്കൂട്ട ഭീകരതയ്ക്ക് ആ കുട്ടി ഇടയായിട്ടുള്ളതെന്ന് എല്ലാ മാധ്യമത്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സത്യത്തിൽ 130 വിദ്യാർത്ഥികൾ ഇവിടെ ഇല്ലായിരുന്നു. പാതി കുട്ടികളും വീട്ടിലായിരുന്നു. അതൊരു വീക്കെൻഡ് ആയിരുന്നു. ഞാനടക്കമുള്ള എൻ്റെ ബാച്ചിലെ ഭൂരിഭാഗം പേരും ആൾക്കാരും അപ്പോൾ വീട്ടിൽ പോയതായിരുന്നു ആ ഒരു സമയത്ത്. അതുപോലെ തന്നെ റൂമിനകത്ത് ഉറങ്ങുന്ന കുറേ പേരുണ്ടായിരുന്നു. അവരൊന്നും ഈ ക്വാഡ്രാങ്കിളിട്ട് നടുമുറ്റത്ത് നിന്ന് അടിക്കുന്ന സമയത്ത് അവരാരും അറിഞ്ഞിട്ടില്ല, ആ സംഭവം അറിഞ്ഞിട്ടില്ല. ആ സമയത്ത് അവിടെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വെച്ചാൽ ഇവനെ മർദ്ദിക്കുന്ന ആൾക്കാർ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരെ പിടിച്ചു മാറ്റാൻ കുറച്ച് പേരുണ്ടായിരുന്നു. അത്ര പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ 130 ആരും അടിച്ചിറക്കുന്ന എനിക്ക് അറിയത്തില്ല. ഇവിടെ സെക്കൻഡ് ഇയേഴ്സ് പഠിക്കുന്ന കുട്ടികൾ അവരുടെ ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞിട്ട് ഇയർ ബ്രേക്കിലായിട്ട് അവരുടെ വീട്ടിലായിരുന്നു. നമ്മളത് പിള്ളേര് പറഞ്ഞത് അത് തന്നെയാണ്. 160 പേരുണ്ടായിരുന്നു. അത്രയും പിള്ളേരുണ്ടായാലും പലരും വീക്കെൻഡായിട്ട് വീട്ടിൽ പോയേക്കായിരുന്നു, എക്സാം കഴിഞ്ഞിട്ട് പോയേക്കായിരുന്നു കുറച്ച് ആൾക്കാർ. എന്താണെങ്കിലും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവരും ആരും അറിഞ്ഞിട്ടില്ല, ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും, മിണ്ടാതിരുന്നുണ്ടോ പേടിയും ഭയം കൊണ്ട്. അതൊന്നും നമുക്ക് ഒട്ടും നിഷേധിക്കാൻ പറ്റില്ല. പിള്ളേർ പറഞ്ഞാൽ അവർ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. കുറച്ച് ആൾക്കാർ SFIയുടെ ആൾക്കാരുണ്ടായിരുന്നു, വേറെ പിള്ളേരുണ്ടായിരുന്നു, അടിക്കുന്നത് തടയാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സംഭവം നടന്നത് കുട്ടികൾ കണ്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഒരു ഒറ്റ ആൾക്കാർ കണ്ടിട്ടില്ല, ഒരു ഒറ്റ ആൾ കണ്ടിട്ടുണ്ടാവും, പറയാൻ പേടിച്ചിട്ടുണ്ടാവും, ഭയപ്പെട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവിടുത്തെ നേതാക്കന്മാർ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്, കഴുത്ത് ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ സാറന്മാരെ ഇടപെട്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഇന്റർണൽ മാർക്ക് കുറയ്ക്കും, മറ്റു കുറയ്ക്കും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പഠിച്ചിട്ടായ പിള്ളേർ വീട്ടിൽ പോയപ്പോൾ മാതാപിതാക്കളും പറയും നിനക്ക് എന്താ ആവശ്യം, നീ എന്തിനാണ് പറയാൻ അവസാനം നീ കുരിശായി നീ ഏക്കും എന്ന് പറയുന്ന മാതാപിതാക്കളല്ലേ ഒരുപക്ഷെ. അങ്ങനെ ഉണ്ടാവും. അപ്പൊ നാളെ നമ്മുടെ മക്കൾക്ക് വരുമ്പോൾ നമ്മളിതിനെ പറ്റി ആലോചിക്കുള്ളൂ അല്ലേ. നമ്മുടെ മക്കളെ പറയേണ്ടത് തുറന്ന് പറയാൻ പിള്ളേരെ ചങ്കൂറ്റത്തിൽ വളർത്തുക എന്നുള്ളതാണ്. പിന്നെ ഉള്ള സംസാരം എന്ന് പറഞ്ഞാൽ നേരത്തെ
നമ്മൾ പറഞ്ഞത് തന്നെ പെണ്ണിന്റെ ഒരു പ്രശ്നമാണ്. ആ പെണ്ണ് ആയിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് പിന്നെ വന്നത്. അതിനകത്ത് ഒരു പൂർണ്ണത ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾ പലതും അടിച്ചിറക്കി വിടുകയാണ്. ഈ മാധ്യമ ഭീകരത എന്താണെന്ന് ശരിക്കും ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഇങ്ങനെ ഒരു സമയത്താണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ഞങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടേ ഞങ്ങൾ പരിചയമുള്ളൂ. പക്ഷേ എന്താണ് ഈ മാധ്യമ ഭീകരത ശരിക്കും ഞങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ച് ഞങ്ങൾ അറിഞ്ഞ് എന്തൊക്കെയാണ് പടച്ചുവിടുന്നത്. ഈ കുട്ടിയെ മർദ്ദിക്കാണ്ടായ കാരണങ്ങൾ ചിലർ പറയുന്നു സീനിയർ വിദ്യാർത്ഥിയെ വാലന്റൈൻസ് ഡേക്ക് പ്രപ്പോസ് ചെയ്തുകൊണ്ടാണ്. ചിലർ പറയുന്നു സീനിയർ വിദ്യാർത്ഥിയായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടാണ്. ചിലർ പറഞ്ഞു അത്രയും പ്രതിഭാതനായ വിദ്യാർത്ഥിയായിട്ട് ഇവർക്ക് അവരോട് അസൂയ മൂത്ത് അങ്ങനെ അടിച്ചതാണെന്ന് പറയുന്നത്. പൊന്നു മക്കളെ, കണ്ടന്റല്ലേ മുഖ്യം. കണ്ടന്റിനായിട്ട് അവർ എന്തും ചെയ്യും എല്ലാവരും പറയുന്നു. പലതുമാണ് പലരും അടിച്ചിറക്കി ഉണ്ടാക്കിയിരുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് പിറകിൽ സംഭവിച്ചിട്ടുള്ള എന്താ കാര്യം എന്ന് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ വാക്ക് എന്താണ്, വോയിസ് എന്താണ് കേൾക്കാനോ ആർക്കും ആഗ്രഹമില്ല. എല്ലാവർക്കും വിഷയം ആളി കത്തിക്കണം, അവർക്ക് അതിന് ലാഭം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഇത് തികച്ചും രാഷ്ട്രീയപരമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമല്ല, തികച്ചും വ്യക്തിപരമായിട്ട് ഉണ്ടായിട്ടുള്ള സംഭവമാണ്. അത് ഇവിടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ ഒരു 3-4 പേര് എന്താണ് പാർട്ടിയുടെയും അതുപോലെ തന്നെ അനുബന്ധ പോസ്റ്റുകൾ അലങ്കരിക്കുന്ന ആൾക്കാരാണെന്നുള്ളതുകൊണ്ട് ഇത് തികച്ചും രാഷ്ട്രീയപരമായിട്ട് ഇവർ മാറ്റിയെടുത്തിരിക്കുകയാണ്. കുട്ടികൾ MSF-ന്റെ ഇതിലുള്ളതാണെന്ന് തോന്നുന്നു. എങ്കിൽ പോലും പറഞ്ഞ രാഷ്ട്രീയമല്ല. ഞാൻ പറഞ്ഞില്ല, രാഷ്ട്രീയമായിട്ട് മാത്രം ഇതിനെ കാണരുത്. രാഷ്ട്രീയ പിള്ളേർ മാത്രമല്ല, രാഷ്ട്രീയക്കാരുണ്ട്. അതിന്റെ കൂടെ വേറെ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഈ പറഞ്ഞ സിദ്ധാർത്ഥൻ അതിന്റെ പേരിൽ ഉറപ്പായിരുന്ന ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹം SFIയുടെ ഒരു മെമ്പറൊന്നും ആയിരുന്നില്ല, അനുഭാവിയായിരുന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം തീർച്ചയായും ഒരു പേഴ്സണലായിട്ട് എന്തൊരു വിഷയമാണ്. ആ വിഷയത്തിലേക്ക് പോലീസ് എത്തുന്നവരെ ഈ സംഭവം ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കുട്ടികൾ പറയുന്നത് നമുക്ക് പറയുന്നത് പടച്ചുവിടാലോ. ഇങ്ങനെ ഒരു കണ്ടന്റാണ്, എന്തിനൊക്കെ കണ്ടതും കേട്ടതും വെച്ച് പടച്ചു വിടുക, കുറെ ആൾക്കാരിലേക്ക് എത്തിക്കുക, കുറെ ആൾക്കാർ അത് സ്വന്തമായിട്ട് വിശ്വസിക്കുക, എന്നിട്ട് എന്തെങ്കിലും പറയുക, ഇതൊക്കെ തന്നെയാണ്. ഒരു കാര്യം ഇപ്പൊ ഈ നിങ്ങൾ അറിഞ്ഞില്ല, അധികം ആളുകളും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ നടുമുറ്റത്ത് വെച്ചിട്ട് മർദ്ദിച്ചു, അതുപോലെ തന്നെ ഡോർമിറ്ററിയിൽ വെച്ച് മർദ്ദിച്ചു, കുന്നിന്റെ മുകളിൽ കൊണ്ടുപോയി മർദ്ദിച്ചു, ഇങ്ങനെ 4 സ്ഥലങ്ങൾ പറയുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിൽ പോലീസിന് കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇത്രയും കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി പീഡനം ഉണ്ടാകുമ്പോഴും അറിയാതിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ അധിക പേര് ആ സമയത്ത് വീട്ടിലായിരുന്നു, വീക്കെൻഡ് ആയതുകൊണ്ട്. പിന്നെ ഈ പെൺകുട്ടി ആദ്യം ഇവരുടെ ബാച്ച്മേറ്റ്സിനെ മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. അത് വളരെ രഹസ്യ സിദ്ധാർത്ഥന്റെ സെയിം ബാച്ചിലുള്ള പെൺകുട്ടിയാണിത്. പെൺകുട്ടിയുടെ വിഷയം ഇൻവോൾവ് ആയതുകൊണ്ട് എന്താണ് വളരെ രഹസ്യമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അതുകൊണ്ട് ബാച്ച്മേറ്റ്സിനെ മാത്രം അറിയിച്ചു. എന്നിട്ട് 1-2 പേര് അവന് ചോദ്യം ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങാണ്ടായിരുന്നു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും കാണാതെ ആ വാട്ടർ ടാങ്കിന്റെ അങ്ങോട്ട് പോയിട്ട് അവനെ അവിടുന്ന് ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞത്. കുട്ടികൾ പറഞ്ഞതാണ് വളരെ രഹസ്യമായിട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് പറഞ്ഞതും പിന്നെ ചോദ്യം ചെയ്തതും വാട്ടർ ടാങ്കിനോട് കൊണ്ടുപോയി തല്ലിയാരൊക്കെ കുട്ടികൾ പറയുന്നുണ്ട്. പക്ഷെ ഇത്ര ദിവസമായിട്ടും ഇതിനെപ്പറ്റി ഒന്നും കുട്ടികൾ പറയാനോ പ്രതികരിക്കാനോ ഒന്നും നിന്നിട്ടില്ല. അത് തന്നെ ചാനലായ ചർച്ച ഉണ്ടായിരുന്നു. പ്രതികരിച്ചില്ല. അച്ഛനും അമ്മയും നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി ഞാൻ പറയുകയാണ്, അവരും പറഞ്ഞു ഇവർ കൂടെ നിന്ന, കണ്ടു നിന്ന, സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഒരുപോലെ തന്നെ പ്രതികളാന്ന് പറയുന്നുണ്ടായി. അപ്പൊ അതിന്റെ രീതിയിലാണ് അടുത്ത സംസാരം ചോദിക്കുന്നത്. എല്ലാവരും നടന്ന സംഭവം ഇത്രയും ദിവസമായിട്ട് ആദ്യമായിട്ടാണ് ഈ ഹോസ്റ്റലിലുള്ളതോ ക്യാമ്പസിലുള്ളതായിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും എല്ലാവരും നിശബ്ദത പാലിക്കാനുള്ള ഒരു കാരണം? അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പോലും ഇത് എന്താ സംഭവിച്ചത്, പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കെതിരെ കുറ്റം വരുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ തയ്യാറാവാത്തത് കാരണം എന്തായിരിക്കും? ഒന്നാമത് മെയിൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ എല്ലാവരും ഭയങ്കര ഷോക്ക്ഡാണ്. ഇവന്റെ മരണ വാർത്ത അറിഞ്ഞിട്ടും അതിന് പിന്നിൽ നമ്മുടെ തന്നെ കൂടെ പഠിക്കുന്ന ചെക്കന്മാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിന്ന് അറിഞ്ഞതും അത് എല്ലാവരും ഭയങ്കര ഷോക്ക്ഡായിരുന്നു. എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് അറിയാത്ത ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു എല്ലാവരും. അതാ എത്ര പേര് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് അല്ലെങ്കിൽ പ്രതിപട്ടികയിലുണ്ടാവും? നമ്മളെ ബാച്ചില് 3 പേരുള്ളൂ. നമ്മളെ ബാച്ചില് 3 പേരുള്ളൂ. അല്ല എന്താണ് അവർ എത്രത്തോളം ചൊടിപ്പിച്ചത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ വളരെ ഖേദം പ്രകടിപ്പിക്കുന്നു. ഈ രീതിയിലേക്ക് ഇങ്ങനെ അന്നത്തെ ദിവസം ഒരു മർദ്ദനമുറ പോയതിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ ഇപ്പോഴും ഞങ്ങൾ പറയുന്നുള്ളൂ. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചു വിടുന്നത് ഇനിയെങ്കിലും മാധ്യമങ്ങൾ നിർത്തണം. 3 ദിവസം തുടർച്ചയായിട്ട് അവനെ മർദ്ദിച്ചെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അവർ പറയുന്നുണ്ട് അവൻ്റെ ബോഡിയിൽ 3 ദിവസം പഴക്കമുള്ള മുറിവുകൾ കണ്ടെത്തിയെന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത സെന്റൻസ് ആയിട്ട് അവർ പറയുന്നത് 3 ദിവസം തുടർച്ചയായിട്ട് അടിച്ചെന്ന് അവർ. എനിക്കും തോന്നിയ ഒരു സംശയമായിരുന്നു. 3 ദിവസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം വന്നത് 3 ദിവസം തല്ലിന്ന് പറയുന്നുണ്ട്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നത് 3 ദിവസം പഴക്കമുള്ള മുറിവുകൾ കണ്ടെത്തി എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു നമ്മുടെ ഒരു ചിന്തയിൽ തോന്നിയ കാര്യമാണ്. അങ്ങനെ കുറച്ച് സംശയങ്ങൾ തോന്നിയത് കുട്ടികളും പറയണത് തന്നെ. പക്ഷെ നമ്മൾ മാധ്യമങ്ങൾ വഴി എന്താണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം എങ്ങനെയാണ് 3 ദിവസം നിരന്തരമായിട്ട് തല്ലി അതിനുശേഷം എന്നുള്ളതാണ്. ഈ മരണത്തെ ന്യായീകരിക്കുകയോ കുട്ടിയെ തല്ലിനെ ന്യായീകരിക്കുകയോ അവിടെ ചെയ്യണത്. ഈ പറഞ്ഞ കേസിന്റെ രീതിയിൽ അത് ഏത് രീതിയിലേക്കാണ് മാധ്യമങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ്. മാധ്യമങ്ങൾ ഇങ്ങനെ പടച്ചങ്ങനെ വിടുവാണ്. അതിന്റെ ഒരു വ്യക്തമായ കാരണമാണ് ഇപ്പൊ പറയുന്നത് തന്നെ കുട്ടികൾ തന്നെ പറയുന്നത്. എന്നാൽ ഒരു കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ട്, ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട്, ഒരു സംശയമല്ല. ബെൽറ്റിന്റെ പക്കളൊക്കെ കൊണ്ട് അടിച്ച് പിന്നെ കഴുത്തിലെന്ത് ഇട്ടു ചവിട്ടി. അത് നമുക്കത് ചിന്തിക്കുന്ന അപ്പുറമാണ്. നമ്മുടെ മക്കളുള്ളവർക്ക് അത് മനസ്സിലാവും.
പക്ഷേ അത് 3 ദിവസം പഴക്കമുള്ളതെന്ന് ഏത് രീതിയിൽ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അതിനുശേഷം തല്ലിയെന്നോ കാര്യങ്ങളൊന്നും അതിനകത്ത് വന്നിട്ടുമില്ല. പറയുന്നത് എന്നാൽ 2 ദിവസം പഴക്കമുള്ളത് 1 ദിവസം പഴക്കമുള്ള എന്തെങ്കിലും മുറികൾ അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓരോന്നും ഇല്ലാത്ത ഇങ്ങനെ പറച്ചുകൊണ്ടാണ് റിപ്പോർട്ടിൽ വ്യക്തമാണ്. എന്നിട്ടും മാധ്യമങ്ങൾ ഇപ്പോഴും അവനെ കൊന്ന് കെട്ടി തൂക്കിയാണ് കൊലപാതകമാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അവർ. പക്ഷേ ഇപ്പൊ പറഞ്ഞ ശബ്ദത്തിന്റെ കാര്യം പിള്ളേര് പറയണം, അതാണ് ചിലപ്പോൾ ചില സംശയങ്ങളിലേക്ക് നമുക്ക് പോവാണ്. ഇതും എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാര്യം എന്താണെന്ന് വെച്ചാൽ കോസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പല കേസുകളിലും തൂങ്ങി മരിച്ചു എന്ന രീതിയിൽ പിന്നെ കേസുകൾ വീണ്ടും അന്വേഷിച്ചപ്പോൾ തൂക്കി കൊന്നാണെന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പലരും പറയുന്നുണ്ട് അത്രത്തോളം ടയർഡായ മേത്തക്കം ഒരു മനുഷ്യനെ വെറുതെ ഒരു പൊടി കൊണ്ട് അടിച്ചാൽ തന്നെ വേദന നമ്മുടെ കയ്യിൽ നിന്ന് മാറില്ല അല്ലേ? ആ വേദനത്തിൽ അത്രത്തോളം ക്രൂരമായ ബെൽറ്റിന്റെ ബക്കിൾ ആ ഇരുമ്പിന്റെ സാധനം കൊണ്ട് അടിച്ച് പുറത്തും നടുവിനൊക്കെ ചവിട്ടി ഒരാൾക്ക് എങ്ങനെ ഇന്ന് ഹാങ് ചെയ്ത് മരിക്കാൻ പറ്റും എന്ന് നമുക്ക് അതാണ് നമ്മൾ സംശയത്തിലുണ്ട്. കാര്യം എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ അത് കണ്ടുപിടിക്കേണ്ട പോലീസിന്റെ കടമയാണ്. അത് സംശുദ്ധമായി രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത രീതിയിൽ കണ്ടുപിടിക്കേണ്ടത് പ്രത്യേകിച്ച് ഈ ഗവൺമെന്റിന്റെയും പോലീസിന്റെയും ആവശ്യമാണ്. അത് വേറെ വഴിതിരിച്ചു വിടാതിരിക്കട്ടെ. സംശയം തന്നെയാണ്. അത്രത്തോളം എല്ലാവരും പറയുന്നുണ്ട് അത്രത്തോളം ആരോഗ്യമില്ലാത്ത ഒരാൾ പറഞ്ഞാൽ ടോട്ടലി മെന്റലി അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് തകർന്നിരിക്കുന്ന ആൾ എങ്ങനെ അത് കഴിയുമെന്നുള്ളതാണ്. അല്ലാതെ ഈ കുട്ടികൾ പറഞ്ഞ ഈ കാര്യത്തിൽ എനിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സംഭവം കണ്ടിട്ടില്ല. നിങ്ങൾ ഈ റാഗിങ് നിങ്ങൾ കണ്ടിട്ടില്ല. അതായത് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ശരി, ഈ ഒരു ആക്രമണം നിങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ ഇപ്പൊ പറയുന്നു കൊന്നു കെട്ടി തൂക്കിയതല്ല തൂങ്ങി മരിച്ചതാണ് എന്നുള്ളത് ഉറപ്പാണ്. അതായത് ആ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്കിപ്പം കൊന്നു കെട്ടി തൂക്കിയതായാലും ജീവനോടെ കെട്ടി തൂക്കിയതായാലും നമുക്ക് അങ്ങനെ പറയാലോ. 2 മുതൽ 3 ദിവസം വരെയാണ് പഴക്കമുള്ള മുറികളാണ് ശരീരത്തിലുള്ള. അന്നത്തെ ആ ഒരു ദിവസത്തെ നിങ്ങൾ പറയുന്നത് 16, 17, 18 3 ദിവസം തുടർച്ചയായി അവൻ ആക്രമിച്ചു. 2 മുതൽ 3 ദിവസം വരെ പഴക്കമുള്ള മുറികൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞങ്ങളും വായിച്ചതാണ് 3 ദിവസം പഴക്കമുള്ളത്. നിങ്ങൾ ഇത് വായിക്കാത്ത കുറെ കേരളത്തിലെ കുറെ ആൾക്കാരുണ്ട് ഇതൊന്നും വായിക്കാത്ത. നിങ്ങൾ പറയുന്നത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ പറയുന്നത് മാത്രം കാണുന്ന കുറെ ആൾക്കാരുണ്ട്. അത് നിങ്ങൾ ഇങ്ങനെ കള്ളം അടിച്ചു കിടക്കണമെങ്കിൽ ഇവരെന്ത് എന്റെ വീട്ടിലെ നാട്ടിൽ നിന്നൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള സത്യമാണോ? ഞാൻ പറഞ്ഞു ഞാൻ ഇതിനകത്ത് ലാസ്റ്റ് പറഞ്ഞ കുറേ കാര്യങ്ങൾ എന്നെ വീണ്ടും പറയണം. ഇതിനൊരു രാഷ്ട്രീയ ലാഭം മാത്രം കാണുന്ന ചാനലും ആൾക്കാരുണ്ട്. അവർ പോയ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഒരു സമാധാനമാവില്ല. അവരാഗ്രഹം എൻ്റെ മകൻ നഷ്ടപ്പെട്ടു, അവന് ആ രീതിയിലേക്ക് കൊല ചെയ്യാൻ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ കൊല ചെയ്ത ആൾക്കാർക്ക് തക്കതായ ശിക്ഷ കിട്ടണം. പക്ഷെ ഇതൊന്നും ശ്രദ്ധ വിടാണ്ട് തൻ്റെ കണ്ടന്റാണ് മുഖ്യം എന്നുള്ള രീതിയിൽ ചാനലിങ്ങനെ ഓരോന്ന് കെട്ടിച്ചമച്ചുകൊണ്ട് അതാണ് ഇവർ പറയുന്നത്. കാര്യം പറയണം കൊലപാതകം നടന്നതായതും ആക്രമിക്കപ്പെട്ടതായും അല്ലെങ്കിൽ മറ്റുള്ള കേസുകൾ ഇനി എന്തൊക്കെ വരുമെന്ന് മാത്രം അറിയില്ല. പെൺകുട്ടിയുടെ കേസ് പുറത്ത് പറയാത്തതുകൊണ്ട് പെൺകുട്ടി സേഫാണ് അല്ലേ? പെൺകുട്ടിയുടെ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് പറയാൻ പാടില്ല. ഇരയായ വിഷയങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോൾ അത് പറയാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായും ഈ പെൺകുട്ടിയുടെ ഇതിനകത്ത് പ്രതിയായോണ്ടിരിക്കും. വീണ്ടും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭൂരിപക്ഷം ആൾക്കാർ ഈ വീഡിയോകളാണ് കാണുന്നത്, ഇതിൻ്റെ അകത്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. അതിനകത്ത് കാണുന്ന എന്തും അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു സമൂഹം തന്നെ ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് പല പ്രശ്നങ്ങളും. അതിൻ്റെ അപ്പുറത്തേക്ക് അടുത്ത ചാനലിലേക്ക് മാറ്റും, അതിനെപ്പറ്റി വിവരം ഒന്ന് അന്വേഷിക്കാൻ ചിലർ തയ്യാറാവില്ല. ആ പറയുന്ന ആൾ എന്താണോ ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പക്ഷേ ഇനി പേരുകൾ വച്ച് ഇനി ഇത് ചിലപ്പോൾ നിർവചിക്കാം. ഒരു പാട്ട് വെച്ച് നിർവചിച്ച് കഴിഞ്ഞാൽ പേരുകൾ നോക്കും, അത് മുസ്ലിം, ക്രിസ്ത്യാനി, ഹിന്ദു ആ രീതിയിലുള്ള വകഭേദം ഇതിനകത്ത് വരും. അങ്ങനെ ചർച്ച ചെയ്ത് അവർക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കുക എന്നല്ലാതെ ആ കുടുംബത്തിനോട് പ്രത്യേക പ്രതിബദ്ധതയൊന്നും അവർക്ക് ഉണ്ടാവില്ല. നഷ്ടപ്പെട്ടതിന്റെ പേരൊന്നും അവർക്ക് അറിയില്ല. അവരിങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അവർ ആൾക്കാരിലേക്ക് എത്തിക്കുക, അവർക്ക് വ്യൂസ് ഉണ്ടാക്കുക, പണം ഉണ്ടാക്കുന്ന അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പറയണ്ട ഇതും എനിക്കൊരു കണ്ടന്റ് തീർച്ചയായും. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വരുമാനം ഉണ്ടായിട്ട് അതുകൊണ്ട് ജീവിക്കുന്ന ആളല്ല. എനിക്ക് സ്വന്തമായിട്ട് പണിയൊക്കെ ഉള്ള ആളാണ് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇപ്പൊ ഞാനാണെങ്കിലും വേറെ ആളുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാതെ വീഡിയോ മാത്രമല്ല മറ്റുള്ള പല കാര്യങ്ങളും, ഉദാഹരണമായിട്ട് പേപ്പറുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് വായനോറമാണ് കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അന്ധമായിട്ട് എന്തിനും പുറകെ രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ അങ്ങനെയുള്ള രീതിയിൽ പോകാണ്ട് ഇതിന്റെ സത്യസ്ഥിതി എന്തറിയാവുന്ന ഉള്ള ഒരു മിനിമം ഒരു വകതിരിവുകൾ നമ്മൾ കാണിച്ചില്ലെങ്കിൽ ഇനി ഇതുപോലത്തെ ചാനലിൽ ഇങ്ങനെ പടച്ചുകൊണ്ടേയിരിക്കും. ഇനി ഏതായാലും ഈ സിദ്ധാർത്ഥൻ എന്ന മകന്, ഈ യുവാവിന്, അവനെ കൊലപ്പെടുത്തിയ അവന് തക്കതായ ശിക്ഷ ആരാണെങ്കിലും ജാതി നോക്കാതെ മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ശിക്ഷിക്കണമെന്നുള്ള ആളാണ് നമ്മൾ. അതിനുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയും. ആ മാതാപിതാക്കൾക്ക് തിരിച്ചു കിട്ടില്ല എങ്കിൽ പോലും തൻ്റെ മകനെ ഇങ്ങനെ ആക്കിയവർക്ക് തക്കതായ ശിക്ഷ കിട്ടി എന്നുള്ള ആശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ
നമ്മളിത് ഇതിന് സമാധാനം പറയേണ്ടി വരും. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ മക്കളെ പ്രതികരണശേഷിയില്ലാതെ വളർത്തരുത്, പ്രതികരണശേഷിയോടെ വളർത്തണം. എങ്കിലേ നമുക്ക് മറ്റുള്ളവർക്ക് അവർ കാവലായിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വെറും അമൂൽ ബേബികളായിട്ട് മാറും.